ഒന്നും പറയണ്ട മേജറേട്ടാ. 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ഛർദി, ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത് ചേർക്കുന്നല്ലേ കോളേജ് പഠിക്കുന്ന പയ്യനാ? അവരെല്ലാരും പിന്നെ ഒന്നും പറയണ്ട. 100 രൂപ. ആവുന്നു കാക്ക വളർന്നു വറക്കുന്നു. അപ്പം ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റോൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ് ഗഡുക്കളായി ഗൾഫിൽ വന്നോണ്ടിരിക്കുക. അപ്പൊ അറബി പേയ്മെന്റ് ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് 2 ആക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാര് വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു ബാഗ് വിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. ചേട്ടാ, ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രിയാവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്? പോലെ. ആ, ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടി ഇല്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാർ നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടം നല്ല സൂക്ഷിച്ചു നോക്കി. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പച്ചേട്ടാ, ഞങ്ങൾ പോകുന്നു. പച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. നിന്നോട് വരാനാ പറഞ്ഞത്. നമുക്ക് വീട്ടിൽ പോവാം. കുറെ നേരം ആയാലും ഇവിടെ വെള്ളം വെക്കാൻ തുടങ്ങിട്ട് വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങൾ എന്തോ വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല, ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാറിന്മാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു തോക്കേടാല, ഒരു ന്യായം വേണം മനുഷ്യനായ ഏത് കാര്യത്തിന് ന്യായം വേണം. മര്യാദക്ക് വീട്ടിൽ പോകുന്നത് നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോവാൻ. കാശോ? കാശ് വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കണേ. വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. പിച്ചക്കാരൻ തന്തേടാ. അതെയാ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ. ചിലപ്പോ ആയിരിക്കും. നീ കൂടെ വന്നു.
ഞങ്ങൾക്കാർ പേടിക്കണ്ടേ? ഇനി ഞങ്ങളെ ഇടിക്കാരെങ്കിലും വരുമല്ലേ, അപ്പൊ വിളിക്കാതിരുന്നാ മതിയല്ലേ. ഒരു കാര്യം,